നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാവരും പുറത്തേക്ക് പോ. ഓനാ പറഞ്ഞത്. ചേച്ചി 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 എനിക്ക് ചേച്ചി ചേച്ചി സോനേല ചികിത്സ കഴിഞ്ഞുള്ള മയക്കം വിടാതെ രോഗി ഉണർത്താൻ പാടില്ല. ചേച്ചി അവർ ഉപദ്രവിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. സോദി സോദി അവരാ ദക്ഷ. അവരുടെ മകളുമായിട്ടല്ലേ തന്റെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? സ്വാതിയെ കൊന്നുകളയാൻ ആളെ വിട്ടത് അവരാ. സഞ്ജു എന്തിനാ കോള് കിട്ടിയത്? അവളോട് 2 വാക്ക് പറയല്ലേ വേണ്ടത്? ഒന്നും വേണ്ട, നിങ്ങൾ വേഗം ഇവിടെ നിന്ന് പോ. നിങ്ങൾ ഇവിടെയുള്ള വിവരം അവർ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചോണ്ട് പോ. സഞ്ജു ചെല്ല്, സ്വാതിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇവിടെ നിന്ന് സുരക്ഷിതമായ മറ്റൊരു റൂമിലേക്ക് സ്വാതി മാറ്റുന്നുണ്ട്. അവര് തന്നെയാ. എടുക്ക്. മനസ്സിലായല്ലോ, ദക്ഷയാ. നിങ്ങളയച്ച ഗുണ്ടകൾ വിളിച്ച് വിവരം പറഞ്ഞു കാണുമല്ലോ. അവരെ ഞങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. നീ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു തന്നെയാ എന്റെ ആളുകൾ അവിടെ വന്നത്. അവര് തിരിഞ്ഞോടിയെന്ന് കരുതി നീ ആഹ്ലാദിക്കാൻ വരട്ടെ. അതിലും വലിയ കെണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മറ്റൊരു കൂട്ടരെ ഞാൻ മംഗലശ്ശേരിയിലേക്ക് അയച്ചിട്ടുണ്ട്. എന്റെ ഫോണിനായി അവര് കാത്തു നിൽക്കുക. നീ എന്താടാ മോനെ എന്നെ കുറിച്ച് കരുതിയേ? നാളെ എന്റെ മോളുടെ എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഒരു വിഡ്ഢിയെ പോലെ ഞാൻ കിടന്നുറങ്ങുന്നു. ഇത് ദക്ഷയാടാ. നീ കളിക്കുന്നത് ഒരു സാധാരണ പെണ്ണിനോടല്ല. ഓരോ പഴുതുകളും അടച്ചു മാത്രമേ ദക്ഷ ഓരോന്നും ചെയ്യൂ. അതും എന്റെ മകളുടെ എൻഗേജ്മെന്റിന്. അത് നടക്കാതെ വന്നാ പിന്നെ മംഗലശ്ശേരി വീടും അതിനുള്ളിലെ അന്തേവാസികളും പിന്നെ ഈ ഭൂമുഖത്തുണ്ടാവില്ല. ഈ രാത്രി നീ കാമുകിയുടെ അടുത്തേക്ക് ഓടി വന്നത് എന്തിനു ആയിക്കോട്ടെ, എത്രയും വേഗം നീ വീട്ടിലേക്ക് തിരിച്ചു പോ. അല്ലെങ്കിൽ നീ നെഞ്ചു പൊട്ടി കരയേണ്ടി വരും. എന്റെ മോളുമായുള്ള കല്യാണത്തിന് വാക്ക് തന്ന നിന്റെ അമ്മയുടെ മുഖം നീ ഒന്ന് ഓർത്തു നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.